നമസ്കാരം ഗൈസ്, നമ്മുടെ അജ്മാനിലെ ഫ്ലമിംഗോസിനെ പറ്റി അധികം വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ അജ്മാനിലെ അതിമനോഹരമായ ഒരു നാച്ചുറൽ റിസർവ് ആണിത്, അൽസോറ റിസർവ്. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ അല്ലേ. ഫ്ലമിംഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സാധാരണ കൊക്കില്ലേ, കൊക്കിൻ്റെ തന്നെ ഒരു വലിയ രൂപം, ഒരു 2-3 കൊക്കിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും. 3 അല്ല, അതിൻ്റെ വലിപ്പം ഉണ്ടാവും. ഇത് കണ്ടല്ലേ, നിങ്ങൾ കണ്ടല്ലോ, ഒരേപോലെ എല്ലാതും നേരെ ഇങ്ങനെ ഇരുന്ന ഒരുപോലെ കഴുത്ത് പൊക്കലും താത്തലും, അതായത് ചോണ്ടിട്ടോണ്ടിരിക്കുക. നിങ്ങൾ അടിയിൽ നിന്ന് മീൻ പിടിക്കാന്നാണ്, മീനായിരിക്കുമല്ലോ ഇവരുടെ ഭക്ഷണം, എന്തെങ്കിലും അങ്ങനത്തെ പോലത്തെ ആയിരിക്കും. നമുക്ക് ഈ അവധി ദിവസമൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാനുള്ള ഒരു നല്ലൊരു തിരക്കൊഴിഞ്ഞൊരു ഏരിയയാണ്. നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും സിറ്റി ലൈഫിൻ്റെ തിരക്കൊന്നുമില്ല. ഈ സൈഡിൽ കാണുന്ന ഇങ്ങനെ കണ്ടൽക്കാടുകളാണ്. പിന്നെ അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ മണൽപ്പരപ്പ് ഇങ്ങനെ കാണാം, ആലുവ മണപ്പുറം പോലെ ഇങ്ങനെ പരന്ന് കിടക്കാണ്. അവിടെ വന്ന് ഇരിക്കാനും, ഇത് മഴ സമയം ഒക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറട്ടെ, ഫുള്ള് ഈ ഏരിയ ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്പോൾ ഈ റിസർവ് ഏരിയ കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ അതിശയം തോന്നും, കാരണം മരുഭൂമിയിൽ ഇതുമാതിരി വെള്ളമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഇതുമാതിരി ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ ഉണ്ടാവുന്നത്. ഇത് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്ന വെള്ളം, അതായത് മഴ പെയ്യുന്ന സമയത്ത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന റിസർവാണ് ഇതൊക്കെ ഇവർ സംരക്ഷിച്ച് പോരുന്നു. അങ്ങനെ കണ്ടൽക്കാടുകളാണ് സൈഡിൽ ഫുള്ളായിട്ട്. അപ്പോൾ ഒരുപാട് ഫ്ലമിംഗോസ് വരുന്നത്. ഈ ഫ്ലമിംഗോസ് ഇതൊക്കെ എവിടെ നിന്ന് വരണം ഇത്രയും കൂട്ടായിട്ട് വരുന്നത്? 2 പേര് മാത്രമേ അവിടെ നമ്മൾ കണ്ടുള്ളൂ. 2 പേര് നാഷണൽ ജോഗ്രഫി ചാനലിൻ്റെ ഒരു വീഡിയോ കവറേജ് ചെയ്യുന്നതാണ്. ഒരു സൗദി ലേഡിയും ഒരു സ്വിറ്റ്സർലൻഡുകാരനായിരുന്നു. അവർ കുറച്ച് നേരം സംസാരിച്ച് പരിചയപ്പെട്ടു. അവരിങ്ങനെ അതിൻ്റെ ബുക്കൊക്കെ നോക്കി പഠിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന സൈക്കിൾ പാത്താണ് കേട്ടോ. അതിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പുറത്ത് വേറെ റോഡുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂടെ സൈക്കിൾ പാത്താണ്. സൈക്കിൾ മാത്രമേ കൂടെ അലോ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഈ ഫ്ലമിംഗോസിനെ കാണാനായിട്ട് UAE മറ്റുള്ളവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. ഓക്കെ, താങ്ക് യു.